ഇന്ന് ഓഗസ്റ്റ് 12. സോ എന്നത്തെയും പോലെ ഇന്നത്തെയും കുറച്ച് മേജർ സയന്റിഫിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് പരിചയപ്പെടുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട 6 ഇവന്റ്സ് ആണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ, DNA ഡാറ്റ ബാങ്ക്. 1996 ഓഗസ്റ്റ് 12 നാഷണൽ DNA ഡാറ്റ ബാങ്ക് സ്ഥാപിക്കുന്ന രണ്ടാമത്തെ രാജ്യമായി ന്യൂസിലൻഡ് മാറിയത്. ഇത് ശക്തമായ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ടൂളാക്കി മാറ്റാൻ ന്യൂസിലൻഡിനെ സഹായിച്ചു. ശരിക്കും DNA എടുക്കുന്നത് രക്തസാമ്പിളുകളിൽ നിന്ന് മാത്രമാണ്. എന്നാൽ 1995 ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ബ്ലഡ് സാമ്പിൾസ് ആക്ട് 2003 ഭേദഗതി വരുത്തി വായിൽ നിന്നും സാമ്പിളുകൾ എടുക്കാൻ അനുമതി ലഭിച്ചു. ലോകത്തെ ആദ്യത്തെ ദേശീയ ഡാറ്റാ ബാങ്ക് 1995 ഏപ്രിൽ 10 UK പ്രവർത്തനം ആരംഭിച്ചു. സെക്കൻഡ് വൺ, T-Rex സൂ ഡിസ്കവേർഡ്. 1990 ഓഗസ്റ്റ് 12 ടിറനോസോറസ് റെക്സിന്റെ അസ്ഥികൂടത്തിന്റെ ഭാഗമായ ആദ്യത്തെ 3 ഫോസിൽ അസ്ഥികൾ കണ്ടെത്തിയത്. US-ലെ എസ് ഡക്കോട്ടയിലെ ബ്ലാക്ക് ഹിൽസിലെ ഫെയ്ത്തിന് സമീപമുള്ള പാറക്കെട്ടിൽ ഒരു ഫോസിൽ ഹണ്ടിങ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് സൂസൻ ഹെൻറിക്സൺ ഈ ഫോസിലുകൾ കണ്ടെത്തിയത്. പിന്നീട് ഈ ഫോസിലിനെ സൂ എന്ന് വിളിപ്പേരിട്ടു. ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ടീറക്സ് ആയിരുന്നു ഇത്. 42 അടി നീളവും 1 ടൺ 5 അടി നീളമുള്ള തലയോട്ടിയുമാണ് ഉണ്ടായിരുന്നത്. ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതിനായുള്ള നിയമ നടപടികൾക്ക് ശേഷം അത് ഫെഡറൽ ഭൂമിയിൽ നിന്നാണ് വരുന്നതെന്ന് വിധി വന്നു. ഒടുവിൽ US 1997 ഒക്ടോബർ 4 അസ്ഥികൾ 8.36 ദശലക്ഷത്തിന് ചിക്കാഗോയിലെ ഫീൽഡ് മ്യൂസിയത്തിലേക്ക് ലേലത്തിൽ വിൽക്കുകയും ചെയ്തു. 2000 മെയ് 17 മുതൽ പ്രദർശനത്തിനായി ഇത് തുറന്നു കൊടുക്കുകയും ചെയ്തു. തേർഡ് വൺ, ജയന്റ് പാണ്ട ബർത്ത്. 1980 ഓഗസ്റ്റ് 12 മെക്സിക്കോയിലെ ഒരു മൃഗശാലയിൽ യിങ് എന്ന ഭീമാകാരനായ പാണ്ട ജെങ്ലി എന്ന ഭീമാകാരനായ പാണ്ടക്കുട്ടിക്ക് ജന്മം നൽകിയത്. ചൈനയ്ക്ക് പുറത്ത് തടവിൽ ജനിച്ച ആദ്യത്തെ ഭീമാകാരനായ പാണ്ടക്കുഞ്ഞ് എന്ന സവിശേഷത ജെങ്ലിക്ക് ലഭിച്ചു. എന്നാൽ 9 ദിവസം മാത്രമാണ് കുഞ്ഞ് അതിജീവിച്ചത്. ഫോർത്ത് വൺ, എന്റർപ്രൈസ് ഫ്രീ ഫ്ലൈറ്റ് ടെസ്റ്റ്. 1977 ഓഗസ്റ്റ് 12 ഷട്ടിൽ എന്റർപ്രൈസ് അതിന്റെ ആദ്യത്തെ സൗജന്യ ഫ്ലൈറ്റ്, ഒരു ഷട്ടിൽ അപ്രോച്ച് ആൻഡ് ലാൻഡിംഗ് ടെസ്റ്റ് സദേൺ കാലിഫോർണിയയിലെ എഡ്വേർഡ് എയർഫോഴ്സ് ബേസിലെ നാസയുടെ ഡ്രൈഡൻ ഫ്ലൈറ്റ് റിസർച്ച് ഫെസിലിറ്റിയിൽ വിജയകരമായി നടത്തിയത്. ഒരു ബോയിങ് 747 കാരിയറിന് മുകളിൽ ഘടിപ്പിച്ചാണ് ഇത് വിക്ഷേപിച്ചത്. പിന്നീട് ഇത് വിമാനത്തിൽ നിന്ന് വേർപെടുത്തി ഭൂമിയുടെ അന്തരീക്ഷത്തിനുള്ളിൽ ഫ്രീ ആയി പറന്നു. മൊജോവോ മരുഭൂമിയിലെ ഒരു വരണ്ട തടാകത്തിനരികെ ഒരു വിമാനം പോലെ ഇത് പിന്നീട് ലാൻഡ് ചെയ്തു. ആൻഡ് ദ ഫിഫ്ത് വൺ, സോവിയറ്റ് ഹൈഡ്രജൻ ബോംബ്. 1953 ഓഗസ്റ്റ് 12 സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ ആദ്യത്തെ ഹൈഡ്രജൻ ബോംബ് കസാഖസ്ഥാനിൽ പൊട്ടിച്ചത്. 8 ദിവസത്തിനു ശേഷം USSR തങ്ങളുടെ എച്ച് ബോംബ് പരീക്ഷണത്തെക്കുറിച്ച് വാർത്ത 1953 ഓഗസ്റ്റ് 20 പ്രസിദ്ധീകരിച്ചു. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിൽ പതിച്ച ബോംബിന്റെ ഏകദേശം 30 മടങ്ങ് ശക്തിയുള്ള സ്ഫോടനമാണ് ഉണ്ടായത്. സോവിയറ്റ് ബോംബ് US ഉപകരണത്തെക്കാൾ പോർട്ടബിൾ ആയിരുന്നു. ഒരു വിമാനത്തിൽ ഘടിപ്പിക്കാൻ കഴിയുന്നത്ര ചെറുതും എളുപ്പത്തിൽ ആയുധമാക്കാവുന്നതുമാണ്. എന്നിരുന്നാലും അതിന്റെ വലിപ്പം തെർമോ ന്യൂക്ലിയർ ഫ്യൂവലിന്റെയും സ്ഫോടക ശക്തിയുടെയും അളവ് ലിമിറ്റ് ചെയ്തു. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഡീമോസ് ഡിസ്കവേർഡ്. 1877 ഓഗസ്റ്റ് 12 അമേരിക്കൻ ആസ്ട്രോണമറായ അസാഫ് ഹാൾ ഈ മാസം നിരീക്ഷിച്ച ചൊവ്വയുടെ 2 ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയത്. ഫസ്റ്റ് ഉപഗ്രഹത്തിന് അദ്ദേഹം ഡീമോസ് എന്ന് പേരിട്ടു. 1877 ഓഗസ്റ്റ് 17 അദ്ദേഹം രണ്ടാമത്തെ ഉപഗ്രഹവും കണ്ടെത്തി. അതിന് അദ്ദേഹം ഫോബോസ് എന്ന് പേരിട്ടു. ഗ്രീക്ക് മിത്തോളജിയിൽ ഇവർ ആരസിന്റെയും, അതായത് ചൊവ്വയുടെയും, ആഫ്രോഡൈറ്റിയുടെയും, അതായത് ശുക്രന്റെയും മക്കളാണ്. ഡീമോസ് എന്ന വാക്ക് ഗ്രീക്കിൽ പരിഭ്രാന്തി എന്നും ഫോബോസ് എന്ന വാക്ക് ഗ്രീക്കിൽ ഭയം എന്നും അർത്ഥമാക്കുന്നു. ഈ ഉപഗ്രഹങ്ങൾ സി ടൈപ്പ് ആസ്ട്രോയിഡ്സും ഐസും പോലെ കാർബൺ സമ്പുഷ്ടമായ പാറകൾ ചേർന്നതാണ്. അവയുടെ സാന്ദ്രത വളരെ കുറവാണ്. അവ ശുദ്ധമായ ഒരു പാറയാകാൻ കഴിയില്ല, പകരം പാറയുടെയും ഐസിന്റെയും മിക്സഡ് ആയിരിക്കും. സോ ഇങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഈ ദിവസത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ഇവന്റ്സ് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. സോ ഇതേപോലെ മറ്റു പല ഇവന്റ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.